ഹലോ, എൻ്റെ പേര് ഫാരിഷ് മുഹമ്മദ്. ഞാൻ VLSFിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി 2 വർഷമായി. അപ്പം ഇന്ന് നമുക്കിവിടെ വെൽ പാർക്കിംഗ് ആണ് VLSFിൻ്റെ. സർ നമസ്കാരം സർ. വണ്ടി നമ്മൾ പാർക്കിങ്ങിലോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ആ വണ്ടി കൊണ്ട് പോകാനായിട്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിചയക്കുറവുള്ള വണ്ടിയായിരിക്കും എപ്പോഴും കസ്റ്റമറുടെ വണ്ടി. ഇപ്പോൾ ഏത് വണ്ടി, ഇപ്പോൾ പ്രീമിയം വണ്ടികളായിരിക്കും, സാധാ വണ്ടികളായിരിക്കും, ഇനി ഏത് വെഹിക്കിളാണെങ്കിലും നമുക്കത് വലിയ പരിചയം കാണില്ല. അപ്പോൾ അതിന് ഓരോ വണ്ടിക്കും ഓരോ രീതികളാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് പല രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഒന്ന് സമാധാനമായിട്ട് ആ വണ്ടി നോക്കി അതിൻ്റെ എന്നാ പറയുക, അതിൻ്റെ ഫീച്ചേഴ്സ് ജനറലി ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ, ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക്. ഇതിലെല്ലാം ഡയറക്ഷൻസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ റെഗുലറായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും. ഓട്ടോമൊബൈലിൽ എപ്പോഴും വണ്ടികൾ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് ഇതെല്ലാം കണ്ടാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ചിലതിൽ ഇപ്പുറത്തുള്ളത് അപ്പുറത്തായിരിക്കും, അപ്പുറത്തുള്ളത് അങ്ങനെയൊക്കെ ചെറിയ മാറ്റങ്ങൾ അത്രേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം വാഹനമായിട്ട് പോകാനായിട്ട്. ഒരു കാരണവശാലും അറ്റൻഡ് ചെയ്ത വണ്ടി പാർക്കിങ്ങിൽ എത്തുന്നോടം വരെ ഒരു കാരണവശാലും ഓവർ സ്പീഡ് ചെയ്യരുത്. നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും വാഹനം ഓവർ സ്പീഡ് ചെയ്ത് കൊണ്ടുപോകരുത്. അതുപോലെ തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഗ്രൗണ്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡൗട്ട്ഫുള്ളായിട്ട് പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഡൗട്ട്ഫുള്ളാണ്, പാർക്ക് ചെയ്യാൻ സാധ്യത കുറച്ച് റഷായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വണ്ടി ഒന്ന് ഇട്ടിട്ട് ഇറങ്ങി നിന്നിട്ട് ആ സ്പേസ്, ഈ വണ്ടി ഇടാൻ പാർക്കിംഗ് ആയിട്ടുള്ള ഇനഫായിട്ടുള്ള സ്പേസ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ടിട്ടാലും കുഴപ്പമില്ല. യാതൊരു കാരണവശാലും ഒരു റിസ്ക് എടുക്കരുത്. ഒരു വാഹനം നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? താക്കോലെടുത്ത് ടാഗ് അതിൽ കറക്റ്റായിട്ട് കെട്ടിയെന്ന് ഉറപ്പിച്ചതിന് ശേഷം വണ്ടി സെൻട്രൽ ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്ലാസസ് എല്ലാം ക്ലോസ്ഡ് ആണോ എന്ന് ചുറ്റും നടന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഡോറിൽ നമ്മളൊന്ന് ജസ്റ്റ് വലിച്ചു കൊണ്ടുണ്ടോ. അപ്പോൾ സെൻട്രൽ ലോക്കായി, ഇത് കീലെസ് ഗോ ആയത് വണ്ടി ആയതുകൊണ്ട് എന്താ പറയുക, ഓട്ടോമാറ്റിക്കായിട്ടാണ് ഇതായിട്ടിരിക്കും. അപ്പോൾ ഒരു സർട്ടൻ പോയിന്റിലോട്ട് മൂവ് ചെയ്ത് മാറിയതിന് ശേഷം ഒന്ന് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് ലോക്ക് ആയിക്കോളും.
നമുക്ക് ഈ പാർക്കിംഗ് ഗ്രൗണ്ട് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, നമ്മൾ പാർക്കിംഗ് ഗ്രൗണ്ട് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ടൊരു ഗസ്റ്റ് നമ്മൾ വിളിക്കുകയാണ്, നമുക്കിവിടെ വാലറ്റ് പാർക്കിംഗ് ചെയ്ത് തരണം എന്ന് പറയുമ്പോൾ അവർ അവരോട് ചോദിക്കും ഗ്രൗണ്ട് എവിടെയാണ് സാർ, പാർക്ക് ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവർ നമ്മളെ കാണിച്ചു തരുന്നത് ഇപ്പോൾ കാണിക്കുന്ന ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കണ്ടോ ഒരു മതിയായ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കണക്കുണ്ടായിരിക്കണം, ഇവിടെ ഇത്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യും, ഈ ഒരു കണക്ക് കൊടുക്കേണ്ടത് നമ്മളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഗ്രൗണ്ട് നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത്. ഇത് ഈ ഒരു റെഗുലറായിട്ട് പാർക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഗ്രൗണ്ട് ആയതുകൊണ്ട് ഇത് നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത്. പക്ഷേങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ഓപ്പൺ ആയിട്ടുള്ള ചിലപ്പോൾ ഒരു ഗ്രൗണ്ടിൽ ഒരു കല്ലും മുള്ളും എല്ലാം നിറഞ്ഞ സ്ഥലങ്ങൾ, ചെളിയൊക്കെ നിറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഗ്രൗണ്ടാണ് നമുക്ക് കാണിച്ചു തരുന്നതെങ്കിൽ നമ്മൾ ആ ചെളി കല്ലും മുള്ളും ഒക്കെ ഉള്ള ഭാഗങ്ങളെല്ലാം ഒഴിവാക്കിയുള്ള അക്കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എത്ര വാഹനങ്ങളെ പാർക്ക് ചെയ്യേണ്ട പറ്റുന്നതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമ്മൾ ഈ പറഞ്ഞ ഈ മോശമായ സ്ഥലങ്ങൾ മാറ്റി നിർത്തിയിട്ടുള്ള അക്കൗണ്ടിങ് മാത്രമേ എടുത്തിട്ടേ കസ്റ്റമറോട് പറയാവുള്ളൂ. അല്ലെങ്കിൽ മൊത്തത്തിൽ ഓളി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ വാഹനങ്ങൾ ചെളിക്കകത്തൊക്കെ ഇറക്കി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി ഗതികേട് കൊണ്ട് പാർക്ക് ചെയ്യേണ്ട അവസ്ഥ വരും. അങ്ങനെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നീറ്റായിട്ടാണ് അവർ ആ വാഹനം നമുക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തരുന്നതെങ്കിൽ, നമ്മൾ ഈ ഹാൻഡ് ഓവർ ചെയ്ത് മേടിക്കുന്നതെങ്കിൽ അതേ നീറ്റ്നെസ്സിൽ അതേ ക്ലീൻനെസ്സിൽ ആ വാഹനം തിരിച്ച് അവരെ ഏൽപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പം ഇതൊക്കെ ബേസിക്കായിട്ട് നമ്മൾ ഈ ഗ്രൗണ്ട് നോക്കണ സമയം തൊട്ടേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇത്ര വാഹനങ്ങൾ ഈ ഗ്രൗണ്ടിൽ കൊള്ളും, ഇത്ര വാഹനങ്ങൾ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ ഓരോ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം വെച്ചാൽ വാഹനം പാർക്ക് ചെയ്യൽ മാത്രമല്ല എടുക്കാനും എളുപ്പമായിരിക്കണം. അപ്പോൾ ഈ വാഹനം ഈ നിരക്ക് ഇപ്പോൾ ഒരു നിര വാഹനങ്ങൾ ഇങ്ങനെ അങ്ങ് പാർക്ക് ചെയ്തു, അപ്പോൾ അതിന് ശേഷം നമ്മൾ കൊണ്ടുവരുന്ന വാഹനങ്ങൾ ഇതിൻ്റെ മുന്നിൽ കൂടി ഇതുപോലെ പാർക്ക് ചെയ്താൽ ഇടയ്ക്ക് പെട്ടെന്ന് ഒരു വണ്ടി നമുക്ക് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ആ വണ്ടി എടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഈ മുന്നിലൊരു വാഹനം പെട്ടെന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ ഇവിടെ പിന്നെ 2 ഡ്രൈവറിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കിക്കൊണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇടയ്ക്കൊരു ഗ്യാപ്പ് ഇടണം. അതായത് ഇപ്പോൾ ഈ ഒരു നിര പാർക്ക് ചെയ്തു, അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ മുന്നേ നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ ഇനി ഇതിൻ്റെ പുറകിൽ നിന്നൊരു വണ്ടി പെട്ടെന്ന് എടുക്കേണ്ടി വന്നാൽ ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടോട് കൂടി വേണം നമ്മൾ എന്ത് ചെയ്യണം, വാഹനം പാർക്ക് ചെയ്യാനായിട്ട്. താങ്ക് യു. നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് ഒരു ഉച്ച തൊട്ട് വാലറ്റ് പാർക്കിംഗ് ഫംഗ്ഷൻ ഇവിടെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. നല്ല രീതിയിൽ നമ്മൾ ഉച്ചക്കത്തെ ഫംഗ്ഷൻ കഴിഞ്ഞു. ഗസ്റ്റെല്ലാം വളരെ ഹാപ്പി ആയിട്ട് വർക്ക് കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ റിസപ്ഷനും കൂടെ ഉണ്ട്. വൈകുന്നേരത്തെ റിസപ്ഷൻ നടക്കാനുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. സ്റ്റേജും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീലേഴ്സ് ഹബിൻ്റെ പ്രിപ്പറേഷൻസ് പുറത്ത് നടന്നുണ്ട്. നമ്മുടെ വാലറ്റ് ഡെസ്ക്, നമ്മുടെ സ്റ്റാഫുകൾ എല്ലാവരും റിഫ്രഷ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് വീണ്ടും റിസപ്ഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിനി വൈകുന്നേരത്തെ ഗസ്റ്റുകളെ എല്ലാം സ്വീകരിക്കാനായിട്ട് എല്ലാവരും വളരെ ഈഗറായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ. താങ്ക് യു. Getting somewhere, yeah, we all up in this shit, yeah. I ain't the type to settle down with a wife and kid. I live for the grind, and I grind to live. I wanna do the things that matter to me, live like a good king, that's like